Intelligence അടുത്ത വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. പ്യുവർ ജോർജറ്റ്, അതായത് ആ ഒരു ജോർജറ്റ് തന്നെ ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുള്ള മോഡൽ. ഫ്രണ്ട് പോർഷനിലാണെങ്കിലും ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ. ഈ ഒരു മോഡൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് കാണും. ഈ റേഞ്ചിൽ എന്തായാലും വേറെ കിട്ടില്ല, കാരണം ഈ ലേസ് വർക്ക് വെച്ച മോഡൽ വേറെ നമുക്ക് കിട്ടില്ല, കാരണം അത്രയും നമ്മൾ റീസണബിൾ ആയിട്ട് ചെയ്ത് ഇറക്കിയേക്കുന്ന ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഷിഫോണിൻ്റെ പ്യുവർ ഷിഫോണില്ലേ, അതാണ് മെറ്റീരിയൽ നമുക്ക് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. അതിലെ വർക്കാട്ടോ മെയിൻ അട്രാക്ഷൻ, നല്ല ഭംഗിയുള്ള. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും, എപ്പോഴും തന്നെ അങ്ങനെ ട്രെൻഡ് പോകാത്തൊരു ഡിസൈനാണ്. നമ്മുടെ കാത്താവാക്കിൻ്റെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ദുപ്പട്ട വരുന്ന നോർമൽ വരാറുള്ള ഡിസൈൻ തന്നെ. അപ്പോൾ അത് നല്ല വീതിയുള്ള ബോർഡറിൽ ക്രോഷ്യേഡ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഗ്രാൻഡ് ലുക്കാട്ടോ. മാത്രമല്ല ഈ പ്രൈസിന് ഭയങ്കര റീസണബിൾ ആണ്. എങ്ങനെ പോയാലും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് 2000 എബോ ആണ് ഇതിൻ്റെ റേറ്റ് കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ലേസ് വർക്ക് കൂടെ വരുമ്പോൾ ഭയങ്കര ഗ്രാൻഡ് ലുക്കുള്ള ഐറ്റം കേട്ടോ. ബോട്ടം ആണെങ്കിലും നമുക്കൊരു സെമി സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല ബ്ലാക്ക് ആട്ടോ. ബ്ലാക്കിൽ തന്നെ ഒരു വൈറ്റ് കോമ്പിനേഷനാണ് അതിൻ്റെ മെയിൻ എടുപ്പ്. ഇതിൻ്റെ അകത്ത് എല്ലാം സെയിം കളർ കോമ്പിനേഷൻസ് ആണ്, ഡിസൈൻ മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഡിസൈൻസ് പെട്ടെന്ന് സെലക്ട് ചെയ്താൽ മതി, കാരണം എല്ലാം അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന ഡിസൈൻസ് ആണ്. അപ്പോൾ ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഉണ്ട് കേട്ടോ. നമ്പർ AE352, റേറ്റ് 1960 ആണ്, 1960. ഏതെടുത്താലും അടിപൊളിയാണ് കേട്ടോ, കാരണം അത്രയും ഭംഗിയുള്ള വർക്കാണ്. ഓരോന്നിനും വളരെ സെലക്റ്റീവായിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെക്ക് പോർഷനിലാണ് മെയിൻ വർക്ക് വന്നേക്കുന്നത്. ആ ഒരു വൈറ്റ് കളർ ത്രെഡ് വർക്ക് നല്ല രസമില്ലേ കാണാനായിട്ട്. അത് ഒറിജിനലിൻ്റെ തന്നെ സെയിം ആട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ തന്നെ 4000 മേളിലുള്ള റേറ്റിലുള്ള ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ രീതി തന്നെ എനിക്ക് തോന്നുന്നു അതിനും ഭംഗിയായിട്ട് ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട്, കാരണം ഈ ഒരു ലേസ് വർക്ക് കൂടെ വന്നപ്പം അതിൻ്റെ ഭംഗി അങ്ങ് ഇരട്ടിച്ചു. അത് നമുക്ക് ദുപ്പട്ടയ്ക്കകത്ത് മുമ്പേ ഞാൻ കാണിച്ചൊരു ചെറിയ വേരിയേഷനേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഇതുണ്ട്, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഒരു ഡിസൈനിന് പോയിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നല്ല രസമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം കേട്ടോ. ബോട്ടം സെയിം തന്നെയാണ്. ഇതിൻ്റെ നമ്പർ AE351, റേറ്റ് 1960. ഒരു 5 ഡിസൈനുണ്ട്. ഇത് 3ാമത്തെ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്, ഡിസൈന് ചെറിയ മാറ്റങ്ങൾ. ഇതിൽ ടോപ്പിലെ വർക്കാണേലും ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്ന മെയിൻ ഹാൻഡ് വർക്ക് ആണെങ്കിലും ചെറിയ ചെറിയ മാറ്റത്തില്ല ചെയ്തേക്കുന്നത്. ഇതിനുണ്ട് കേട്ടോ ചെറിയ വ്യത്യാസം, കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ, പെട്ടെന്ന് കണ്ടാൽ അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഡിസൈൻ നോക്കി അങ്ങ് സെലക്ട് ചെയ്താൽ മതി. എല്ലാം നല്ല പക്കയായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ നെക്കൊക്കെ കറക്റ്റ് വെട്ടിക്കഴിയുമ്പം കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AE348, റേറ്റ് സെയിം ആണ്. അടുത്തത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വൈറ്റ് ത്രെഡ് വർക്ക് ഇങ്ങനെ യോക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയാണ് കേട്ടോ. പിന്നെ യോക്കായിട്ടാണേലും ആ ഒരു നെക്ക് ലൈൻ കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കാണാൻ ഭംഗി ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട പെട്ടെന്ന് ഒറ്റ നോടത്തി അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല, സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഓരോ ഡിസൈനും ഡിഫറെൻ്റ് ആട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ അകത്തെ എല്ലാത്തിനും ചെറിയ ചെറിയ വേരിയേഷൻസ് ഓരോ ഡിസൈനിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ. നമ്പർ AE350, റേറ്റ് 1960. ലാസ്റ്റ് ഡിസൈൻ ഇതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാവുന്ന ഡിസൈൻസ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു കളർ കോമ്പിനേഷന് വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഡിസൈൻ ഏതാണോ അത് നോക്കി അങ്ങ് സെലക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എല്ലാം നല്ലതാട്ടോ, ഒന്നിനെയും അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ ഡിസൈൻസും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് ആൻഡ്